ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മളതിൻ്റെ ഇൻട്രൊഡക്ഷനും ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഇൻട്രൊഡക്ഷനും അതിൻ്റെ വേരിയസ് ഫീച്ചേഴ്സും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഫീച്ചേഴ്സ് ഒരു 5 ഫീച്ചേഴ്സാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ക്ലാസ്സിൽ അതിൻ്റെ ബാക്കി ഫീച്ചേഴ്സാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് വായിച്ച് നോക്കണം, ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ബാക്കി റെഫറൻസ് ബുക്കുകളും എന്ത് ചെയ്തിരിക്കണം, വായിച്ചിരിക്കണം. എങ്കിലാണ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഐഡിയാസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, കിട്ടുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ അതൊന്നുകൂടെ പറയുന്നത് നിങ്ങളതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. ഓക്കെ, then we can go to the features or the important features of international business. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട ഫീച്ചേഴ്സ്, അതിന് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ് ഉണ്ട് അല്ലേ. ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ ഉള്ള ബിസിനസ്സാണ്. അതാണ് നമ്മൾ ആദ്യം കണ്ട ഫീച്ചർ. രണ്ടാമത് നമ്മൾ കണ്ട ഫീച്ചർ എന്ന് പറയുന്നത് എല്ലാവർക്കും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് മാത്രമല്ല, വിവിധ എക്കണോമീസിൻ്റെ ഇൻ്റഗ്രേഷനാണ് അവിടെ നടക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഒരു ഡോമിനേറ്റിംഗ് പവേഴ്സ് എന്ന് പറയുന്നത് പലപ്പോഴും വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസും അതോടൊപ്പം തന്നെ MNCസുമാണ് എന്ന് നമ്മൾ എന്ത് ചെയ്തിരുന്നു, മനസ്സിലാക്കിയിരുന്നു. മാത്രമല്ല ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈക്വലി ബെനിഫിറ്റഡ് ആണ് എല്ലാ പാർട്ടിസിപ്പൻസും. ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആരൊക്കെയാണോ അതിൽ ഭാഗഭാഗിത്വം വഹിക്കുന്നത്, ആരൊക്കെയാണോ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, എല്ലാവർക്കും എന്തുണ്ട്, ബെനിഫിറ്റ് ഉണ്ട്. അറ്റ് ദി സെയിം ടൈം ദർ ഇസ് കീൻ കോമ്പറ്റീഷൻ, ദർ ഈസ് എൻ അക്യൂട്ട് ലെവൽ ഓഫ് കോമ്പറ്റീഷൻ ഇൻ ദിസ് ഇൻ്റർനാഷണൽ ബിസിനസ് അല്ലേ. അവിടം വരെയായിരുന്നു നമ്മൾ എടുത്തു നിർത്തിയിരുന്നത്. ആൻഡ് വി ഹാവ് ടു സീ ദ ബാലൻസ് ഓഫ് ഫീച്ചേഴ്സ്. ബാക്കി ഫീച്ചേഴ്സും കൂടി നമുക്ക് കാണാം. അതിൽ 6ാമത്തെ ഫീച്ചറായിട്ട് പറയുന്നത് ദാറ്റ് ഈസ് റോൾ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. റോൾ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് ആൻഡ് ടെക്നോളജി. Do you think that this science and technology has an important place in international business? Yes. അല്ലേ, നിങ്ങൾ തന്നെയായിരിക്കും പറയുന്നുണ്ടാവുക. യെസ് എന്ന് തന്നെയാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ബിക്കോസ് യെസ് എന്ന് മാത്രമല്ല, ഒരു സ്ട്രോങ് യെസ് നമ്മളവിടെ പറയേണ്ടി വരും. ബിക്കോസ് വിതൗട്ട് സയൻസ് ആൻഡ് ടെക്നോളജി ദർ ഈസ് നോ ഇൻ്റർനാഷണൽ ബിസിനസ്. സയൻസ് ഉള്ളതുകൊണ്ട്, ടെക്നോളജി ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇത്രമാത്രം ഡെവലപ്പ് ചെയ്തത്, ഇൻ്റർനാഷണൽ ബിസിനസ് നമുക്ക് നടത്താൻ പറ്റുന്നത് അല്ലേ. ഇപ്പം നമുക്കിപ്പോൾ ഒരു ഡോക്യുമെൻ്റ്, ഒരു ഫയൽ നമുക്ക് ഒരു ഫോറിൻ കൺട്രിയിലുള്ള നമ്മുടെ ഒരു പാർട്ടിസിപ്പൻറ്റിന് അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിന് നമുക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടു കൊടുക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ടിഡിയസ് പ്രോഗ്രാം അല്ലേ. വളരെ ഡിലേ വരുന്ന, വളരെ ആ ഒരു പ്രോസസ്സിനെ തന്നെ വളരെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതേസമയം നമുക്ക് എന്തുണ്ട്, വി ഹാവ് ഓൺലൈൻ സിസ്റ്റം ആൻഡ് വി ഹാവ് സോ മെനി സോഫ്റ്റ്വെയർസ് ടു ഹെൽപ്പ് ഓൾ ദീസ് ട്രാൻസ്ഫേഴ്സ്, ഫയൽ ട്രാൻസ്ഫേഴ്സ് അല്ലേ. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ടെക്നോളജി, ഇറ്റ്സ് എ പാർട്ട് ഓഫ് സയൻസ്. അപ്പോൾ സയൻസ്, ടെക്നോളജി ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ഇൻ്റർനാഷണൽ ബിസിനസ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സാധിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യില്ലായിരുന്നു, സാധിക്കില്ലായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സയൻസ് ആൻഡ് ടെക്നോളജി എത്രത്തോളം ഡെവലപ്പ് ചെയ്യുന്നു അതിനനുസരിച്ച് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. ഏത് രാജ്യമാണോ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് ഒട്ടും തന്നെ പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നത്, ആ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അതിൻ്റെ ബിസിനസ്സിൻ്റെ, ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ലെവൽ എപ്പോഴും എങ്ങനെ തന്നെയായിരിക്കും, താഴത്തോട്ട് തന്നെ ആയിരിക്കും എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ആൻഡ് നെക്സ്റ്റ് ഫീച്ചർ ഈസ് ഇൻ്റർനാഷണൽ റെസ്ട്രിക്ഷൻസ്. ഇൻ്റർനാഷണൽ റെസ്ട്രിക്ഷൻസ്. And what do you mean by international restriction? And what is restriction? Restriction means the hindrances or the obstacles in doing such an international business. There are so many hindrances in doing such a type of international business, such as political hindrances, social hindrances, cultural hindrances. All these are hindrances. While studying the definition of
this international business, we have studied that we are making use of political, cultural and all these differences. And all these differences are hindrances to the businessman. അല്ല, അത് ഹിൻഡ്രൻസുകൾ തന്നെയാണ്, തടസ്സങ്ങൾ തന്നെയാണ്. ആ ഒരു ഡിഫറൻസുകൾ എന്ന് പറയുന്നത്, വൈരുദ്ധ്യം അല്ലെങ്കിൽ വൈവിധ്യം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? തടസ്സങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ എപ്പോഴും തടസ്സങ്ങൾ ഉണ്ടായിരിക്കും. എത്രത്തോളം നന്നായിട്ട് നമുക്ക് ആ തടസ്സങ്ങളെ എന്താ പറയുക ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുന്നു, അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്നേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, പറയാൻ സാധിക്കുള്ളൂ. So that is international restriction. And next one is, next important feature is, 8th feature is, it is sensitive nature of international business. Sensitive nature. Why it is sensitive? എന്തുകൊണ്ടാണ് അത് സെൻസിറ്റീവ് ആകുന്നത്? It is sensitive in the sense that if there is an issue, if there is a problem in the conduct of international business, its after effects may be serious. ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും സീരിയസ് ആയിരിക്കും. അപ്പോൾ അത് വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഇൻ്റർനാഷണൽ ബിസിനസ് ചെയ്യാൻ. വെൻ വി ആർ ട്രാൻസ്ഫോമിങ്, വെൻ വി ആർ കൺവേയിങ് എനി ഐഡിയ or any messages to our foreign clients or to our foreign customers, we have to strictly, we should be careful in the use of language. And if we are going to draft a letter, when we are using some symbols, അതൊക്കെ കെയർഫുള്ളായിട്ട് നമ്മൾ ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇറ്റ് മേ കൺവേ റോങ് മീനിങ് ടു ദ ഫോറിൻ കസ്റ്റമർ. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത് ഭയങ്കര ഗുരുതരമായിരിക്കും. അതുകൊണ്ടാണ് അതിന് സെൻസിറ്റീവ് എന്ന് പറയുന്നത്. സെൻസിറ്റീവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണമെന്ന്, അല്ലേ? പെട്ടെന്ന് പ്രതികരിക്കുന്ന, അതാണ് സെൻസിറ്റീവ് എന്ന് നമ്മൾ എന്ത് ചെയ്യണത്? വിളിക്കുന്നത്. അപ്പോൾ ഈ ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്ന മേഖല വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു മേഖലയാണ്. അതിനെ സൂക്ഷിച്ചും കണ്ടും മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. അതാണ് അവിടെ പറയുന്ന പോയിന്റ്. ആൻഡ് നെക്സ്റ്റ് വൺ, സെപ്പറേഷൻ ഓഫ് പ്രൊഡ്യൂസേഴ്സ് ഫ്രം ബയേഴ്സ്. ദ 9th one, separation of producers and ബയേഴ്സും പ്രൊഡ്യൂസേഴ്സും തമ്മിലുള്ള സെപ്പറേഷൻ. സംടൈംസ് the company may be an Indian company, but its consumption may happen in a foreign country or in America. Then there is separation in the culture, in the social status of the producer and the consumer. The culture as well as the political interest and all these are different. Then there is a separation of the consumer and the producer. Producer ഇരിക്കുന്ന ഒരു സ്ഥലത്ത്, കൺസ്യൂമേഴ്സ് വേറൊരു സ്ഥലത്ത്, അല്ലേ? പ്രൊഡ്യൂസർ ഇരിക്കുന്ന ഒരു രാജ്യത്ത്, കൺസ്യൂമേഴ്സ് ഇരിക്കുന്ന വേറെ രാജ്യത്ത്. ദെൻ തീർച്ചയായിട്ടും ആ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഇന്ത്യൻ പ്രൊഡ്യൂസേഴ്സ്, ഇന്ത്യൻ പ്രൊഡ്യൂസേഴ്സ് നോ ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യൻ കസ്റ്റമേഴ്സ്. So they can easily find out the problems or issues in the products or services they are rendering to the consumers. But at the same time, if the producers are supplying goods and delivering services to the foreign customers, they may not be in a position to know the correct or exact preferences of the consumer. So we should understand that there is a separation between producers and customers in international business. So അതൊരു ഫീച്ചറായിട്ട് നമ്മൾ പഠിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പേയ്മെൻറ്റ് ഇൻ ഫോറിൻ കറൻസി. ദാറ്റ് ഇസ് എ 10th one. Payment in foreign currency. Payment in foreign currency. And what is the payment in foreign currency? Foreign currency means currency which is prevalent or existing in a foreign country. That is foreign currency.
And if we are doing business in our nation and within the boundaries of our nation, we have to pay rent, we have to pay the wages, we have to pay the salaries and all these things in our Indian currency, that is rupee. But if we are going abroad and if we are doing international business, we have to pay all these things, that is the rent, salaries, wages, interest, all these things may have to be paid in foreign currency. So we should find out the sources of foreign currency. At the same time, the exchange rate, all these things should be a concern for the businessman. And avada korchu nammal face cheyyendadaayittulla ചില പ്രോബ്ലംസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഓക്കെ, സോ അതാണ് അവിടെ. ഇപ്പോൾ ഫോറിൻ കറൻസിയിൽ പേയ്മെൻറ്റ് നടത്തുക എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ നാഷണൽ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നുണ്ടോ? അതിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം നമ്മൾ സ്വന്തമായിട്ട് ഇന്ത്യക്കുള്ളിൽ തന്നെ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു എത്ര ബ്രാഞ്ച് തുടങ്ങിയാലും അവിടെ ഒരു വിഷയമുള്ള കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇന്ത്യൻ കറൻസിയിലാണ് എല്ലാ പേയ്മെൻറ്റുകളും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരിക, കൊടുക്കേണ്ടി വരിക. അതേസമയം ഫോറിനിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പുറമേക്ക് പോകുമ്പോഴാണ് ഈ ഒരു പേയ്മെൻറ്റ് ഇൻ ഫോറിൻ കറൻസി എന്നുള്ള ഒരു ഫീച്ചർ അവിടെ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഡിഫറൻസ് ഇൻ ഇൻ്റർനാഷണൽ റൂൾസ്. 11th one is difference in international rules. International rules. And what do you mean by international rules? International rules, and every country formulates its own international rules. അല്ലേ, വിദേശ നിയമങ്ങൾ അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ എന്തൊക്കെ നടത്തണം, എന്തൊക്കെയായിരിക്കണം നിയമങ്ങൾ വേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതാത് കൺട്രീസാണ് എന്ത് ചെയ്യുന്നത്, ഫോർമുലേറ്റ് ചെയ്യണം. എങ്ങനെയായിരിക്കണം നമ്മുടെ ഇമ്പോർട്ട്, എങ്ങനെയായിരിക്കണം എക്സ്പോർട്ട്, എത്രത്തോളം നമുക്ക് ചെയ്യാൻ, ഏതൊക്കെ പ്രോഡക്റ്റ്സ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും, ഏതൊക്കെ പ്രോഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുമെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, നമ്മുടെ ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. സോ അവിടെയും ഡിസ്പാരിറ്റീസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആൻഡ് യൂഷ്വലി വി മേ ഫോർമുലേറ്റ് ഒരു ജനറൽ റൂള്, ജനറൽ കോഡ് ഓഫ് കണ്ടക്റ്റ് ഒക്കെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യാറുണ്ട്. ബട്ട് അറ്റ് ദി സെയിം ടൈം കൺട്രീസ് ഡിഫറെൻ്റ് ആകുമ്പോൾ അവിടെ എന്ത് വരുന്നുണ്ട്, ഈ റൂൾസിൽ, വിദേശ നിയമങ്ങളിൽ, ഇൻ്റർനാഷണൽ ബിസിനസ്സിനോടനുബന്ധിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ആ വ്യത്യാസങ്ങൾ ഉൾക്കൊണ്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻ്റർനാഷണൽ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ്സ് ദ നെക്സ്റ്റ് വൺ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ലാർജ് നമ്പർ ഓഫ് മിഡിൽമെൻ. ദാറ്റ് ഇസ് ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ഓർ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫീച്ചർ. ദാറ്റ് ഈസ് ലാർജ് number of middlemen. And who are middlemen? ആരാണ് മിഡിൽമെൻ? മിഡിൽമെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ചാനൽസ്, ഡിഫറെൻറ്റ് പേഴ്സൺസ്, ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, ഏജൻസീസ്, ഫ്രാഞ്ചൈസീസ്, all these persons and institutions, they are known as middlemen. And here, while doing international business, we have to appoint a number of middlemen to complete our tasks, to complete our works related to international business. Then only it will be effective, and then only it will be successful. അല്ല, ഒരുപാട് മിഡിൽമെൻ അല്ലെ, ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല പുറം രാജ്യങ്ങളിലും അവരുടെ കസ്റ്റമേഴ്സിനെ അറിയുന്ന, അവരുടെ കസ്റ്റമേഴ്സിനെ നേരിട്ട് പരിചയമുള്ള, അവരുടെ കസ്റ്റമേഴ്സുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് യോഗ്യതയുള്ള മിഡിൽമെന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കണ്ടെത്തി പിടിക്കേണ്ടി വരും. അവരെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യേണ്ടി വരും, ഐദർ ആസ് ഹോൾസെയിലേഴ്സ് ഓർ ആസ് റീറ്റെയിലേഴ്സ് ഓർ ആസ് ഏജൻസീസ്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ചെയ്യേണ്ടി വരും. എണ്ണം കൂടുതലാണ്, ക്വാണ്ടിറ്റി കൂടുതലാണ്, അതിനനുസരിച്ച് ശ്രദ്ധാപൂർവം നമ്മളത് എന്ത് ചെയ്യേണ്ടി വരും, ചെയ്യേണ്ടി വരും. സോ ദാറ്റ്സ് നെക്സ്റ്റ് വൺ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് 13th one ഈസ് പതിമൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്. ദാറ്റ് ഈസ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് റിസ്ക്. Involvement of risk. And what do you mean by risk? In every business, risk is inherent. And നമ്മളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് പണ്ടേ തൊട്ട് പഠിച്ചു തുടങ്ങിയിട്ടുള്ളൊരു സംഭവമാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ റിസ്ക്കാണ്.
ആ റിസ്കിന് കിട്ടുന്ന റിവാർഡാണ് എന്ത്? പ്രോഫിറ്റ് അല്ലേ? ചെറിയ ക്ലാസ്സുകളിൽ തന്നെ നമ്മളത് പഠിച്ചു തുടങ്ങിയിട്ടുള്ളതാണ്. ബട്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ റിസ്ക് ഉണ്ടെന്ന് ഇവിടെ എടുത്ത് പറയാൻ കാരണം? സാധാരണ ബിസിനസ്സിനേക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ റിസ്കിൻ്റെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് വളരെ 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 കൂടുതലാണ് ഇവിടെ ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ അല്ലേ? നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെൻറ്റിൽ നമ്മുടെ രാജ്യത്തിനകത്ത് എന്ത് സംഭവിക്കും, എങ്ങനെ സംഭവിക്കും, ആൻഡ് ഫോർ 10 years, for the upcoming 10 years, what will happen in our country, അത് തന്നെ നമുക്ക് വളരെ കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ദെൻ ഹൗ വി ക്യാൻ പ്രെഡിക്റ്റ് ദ events happening in a foreign country, the structure of government or changes in the government structures that may happen in a foreign country, അത് നമുക്ക് പ്രവചിക്കുക എളുപ്പമാണോ? നമ്മുടെ രാജ്യത്ത് തന്നെ അത് പ്രവചിക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നിരിക്കെ ഫോറിൻ രാജ്യങ്ങളിൽ എന്ത് സംഭവിക്കും, അവിടുത്തെ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് എങ്ങനെ മാറും, അവരുടെ ഡിമാൻഡിൽ എന്ത് വ്യതിയാനങ്ങൾ സംഭവിക്കാം, അവരുടെ ഗവൺമെൻറ് സ്ട്രക്ചറിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരാം, ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെയാണോ അടുത്ത 15 കൊല്ലത്തേക്കും ഭരിക്കുക എന്ന് നമുക്ക് പ്രവചിക്കുക എളുപ്പമല്ല. ദെൻ ദാറ്റ് abundance of risk is inherent in this international business. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അത് റിസ്ക് തന്നെയാണ്, അത് അൺസർട്ടനിറ്റി തന്നെയാണ്. വി ഹാവ് ടു ഫേസ് ഇറ്റ് അല്ലേ? സോ ദാറ്റ്സ് അബൌട്ട് റിസ്ക്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ലോ ഓഫ് കമ്പാരിറ്റീവ് കോസ്റ്റ്. 14th one is law of comparative cost. Then what is comparative cost? How we can compare the sources and resources of different countries. How we can compare the cost of different resources available for different countries. That's the basic of the law of comparative cost. Some countries may be, or for example, India may be, they may be efficient, or they are in, or India is in a position to collect that much local raw materials and that much good quality raw materials. So certainly we can reduce the cost of raw materials അല്ല. ഇത് ഒപ്റ്റിമൽ ലെവലിൽ റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. At the same time, if we are taking a foreign country, that country may be efficient in formulating various types of softwares, various types of computer programs. Then they are efficient and അവർക്ക് ആ ഒരു ഫീൽഡിലെ കോസ്റ്റ് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, കുറയ്ക്കാനായിട്ട് സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് കൺട്രീസായിട്ട് നമുക്കൊരു കമ്പാരിസൺ സാധ്യത. ഒരു കൺട്രിക്ക് അതിൻ്റെ എഫിഷ്യൻസി, നമ്മൾ SWOT അനാലിസിസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. SWOT അനാലിസിസിൻ്റെ അതിൽ നമ്മൾ ഓരോ സ്ഥാപനത്തിൻ്റെയും ഓരോ ബിസിനസ്സിൻ്റെയും ഇവിടെയാണെങ്കിൽ ഓരോ രാജ്യത്തിൻ്റെയും സ്ട്രെങ്ത്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെറ്റ്സ് നമ്മൾ എന്ത് ചെയ്യാണ്, അനലൈസ് ചെയ്യാണ്. ചില ഏരിയാസിലൊക്കെ നമുക്ക് ഭയങ്കര നമ്മൾ സ്ട്രോങ് ആയിരിക്കും. അതേസമയം ചിലപ്പോൾ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ, അതല്ലാന്നുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിൽ, ഗുഡ്സിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ, റോ മെറ്റീരിയൽസിൻ്റെ കാര്യത്തിൽ, മാനേജീരിയൽ ആറ്റിറ്റ്യൂഡിൻ്റെ കാര്യത്തിലൊക്കെ ചില കൺട്രീസ് ഒരു വളരെ എഫിഷ്യൻ്റ് ആയിരിക്കും. അതേസമയം മറ്റു കൺട്രീസിൽ ചിലപ്പോൾ അതെന്ത് ചെയ്യാൻ പറ്റില്ല, കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എവിടെയാണോ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ളത് ആ സ്ട്രോങ് ആയിട്ടുള്ള ഫീൽഡിലെ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഇറ്റ് കനോട്ട് ബി കമ്പയർഡ് ടു അതർ countries. So that's a law of comparative cost. അതിനെ വിളിക്കുന്ന പേരാണ് കമ്പാരിറ്റീവ് കോസ്റ്റ്. ഒരു സൈഡിൽ നമ്മൾ വീക്കാണെങ്കിൽ മറ്റേ സൈഡിൽ നമ്മൾ സ്ട്രോങ് ആണ്. അപ്പോൾ അതെന്ത് ചെയ്ത് പോവും, മാച്ചായി പോവും അല്ലേ. സോ ദാറ്റ് ഈസ് ലോ ഓഫ് കമ്പാരിറ്റീവ് കോസ്റ്റ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ടെറിട്ടോറിയൽ സ്പെഷ്യലൈസേഷൻ. ദാറ്റ്സ് എ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. 15th point ഈസ് that is territorial specialization. Territorial specialization. And what is territorial specialization? നേരത്തെ നമ്മൾ ലോ ഓഫ് കമ്പാരിറ്റീവ് കോസ്റ്റിൽ പറഞ്ഞ അതേ ബേസിക്സ് തന്നെയാണ് അവിടെയും പറയുന്നത്.
അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചില ഫീൽഡുകൾ നമ്മൾ വളരെ ഓക്കെയാണ്. ഇപ്പോൾ അഗ്രികൾച്ചറൽ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ആ ഒരു മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളെക്കാളും നമ്മളെന്താണ് ഇമ്പ്രൂവ്ഡ് ആണ് അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് UK നമ്മൾ ജൂട്ട്, അതുപോലെ എന്താണ് ടീ അല്ല, ടീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചായപ്പൊടി, അതുപോലെ തന്നെ ജൂട്ട്, ഇതൊക്കെ നമ്മൾ UK എന്ത് ചെയ്യുന്നു, കയറ്റുമതി ചെയ്യുന്നു, കയറ്റി അയക്കുന്നു. അറ്റ് ദ സെയിം ടൈം UK നിന്ന് നമ്മൾ എന്ത് ഇമ്പോർട്ട് ചെയ്യുന്നു, സ്റ്റീൽ ഇമ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ കാര്യത്തിൽ കുറച്ച് വീക്കാണ്. അതേസമയം ഈ ഒരു അഗ്രികൾച്ചറൽ രംഗത്ത് നമ്മൾ പൊതുവേ കുറച്ചും കൂടെ സ്ട്രോങ് ആണ്. അപ്പോൾ നമുക്ക് ആ സ്ട്രോങ് ആയിട്ട് ആ ഒരു ടെറിട്ടോറിയൽ ഡിഫറൻസ്, ടെറിട്ടോറിയൽ ഡിസ്പാരിറ്റി, നമ്മുടെ മണ്ണ് അല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥ അതിന് അനുയോജ്യമായതുകൊണ്ട് നമ്മളതെന്ത് ചെയ്യുന്നു. UK ആ ഒരു സ്ഥിതിവിശേഷം, അവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ കുറച്ചും കൂടി ഉള്ളതാണ്. സോ സ്റ്റീൽ മാനുഫാക്ചറിങ് അവർക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യാനായിട്ട് സാധിക്കുന്നു. സോ ഒരു മ്യൂച്വൽ എക്സ്ചേഞ്ച് ടെറിട്ടോറിയൽ ഡിഫറൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നു, കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് ഈ ഒരു ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ കാണുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഡോമിനേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഗവൺമെൻറ്. ഡോമിനേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ ഡോമിനേഷൻ, ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ, വിതൗട്ട് ദ ഇൻ്റർഫിയറൻസ് ആൻഡ് വിതൗട്ട് ദ ഡോമിനൻസ് ഓഫ് അവർ സെൻട്രൽ ഗവൺമെൻറ് വി കനോട്ട് ഡു എനി ടൈപ്പ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ്. ഇഫ് വി ആർ ഡൂയിങ് സോ, ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അറിവില്ലാതെ സമ്മതമില്ലാതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സ്മഗ്ലിംഗ് എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ആക്ടിവിറ്റി, ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കൺസിഡർ ചെയ്യേണ്ടി വരും. അല്ലാത്ത പക്ഷം അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ നിരീക്ഷണത്തിലും ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ കീഴിലും മാത്രമേ അതെന്ത് ചെയ്യുള്ളൂ, നടക്കാനായിട്ട് പാടുള്ളൂ. അതാണ് വേറൊരു ഗവൺമെൻറ്റാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത്. ഒരിക്കലും രാജ്യവിരുദ്ധമായിട്ടുള്ള നടപടികൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ ഗവൺമെൻറ്റിൻ്റെ സമ്മതമില്ലാതെ നമ്മൾ ഇൻ്റർനാഷണൽ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം രാജ്യദ്രോഹപരമായിട്ടുള്ള കുറ്റം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോകരുത്. ഡോമിനൻസ് ഓഫ് ഗവൺമെൻറ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സുപ്രീം പവർ ഈസ് ഗവൺമെൻറ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് multiplicity of documents. Next important feature, 17th feature is multiplicity of documents. ആൻഡ് ഡോക്യുമെൻസിൻ്റെ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയാൻ കാരണം ഇതിപ്പോൾ നമ്മൾ വിതിൻ ദ നേഷൻ മാത്രമേ നമ്മൾ ബിസിനസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ നമ്മളെല്ലാ ഡോക്യുമെൻസും, ഇപ്പോൾ ബില്ലുകൾ, വൗച്ചറുകൾ, നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ, അതുപോലെ തന്നെ ഓൺലൈനായിട്ടുള്ള പേയ്മെൻറ്റിനുള്ള സംഗതികളൊക്കെ നമ്മൾ ഏകദേശം ഒരേപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബില്ലുകളാണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം വൗച്ചേഴ്സ് ആണെങ്കിൽ ഏകദേശം ഒരേപോലെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അതേസമയം ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് നമ്മൾക്ക് പോകേണ്ടി വരുന്ന ഒരവസ്ഥയിൽ ഡോക്യുമെൻറ്റുകൾ നമ്മൾ ഡിഫറെൻ്റായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, പ്രിപ്പയർ ചെയ്യേണ്ടി വരും. കാരണം ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സാണുള്ളത്, ഡിഫറെൻറ്റ് സപ്ലയേഴ്സാണുള്ളത്, ഫോറിൻ കറൻസീസിലാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തേണ്ടി വരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ പേയ്മെൻറ്റ് നടത്തേണ്ടി വരുമ്പോൾ ഡോക്യുമെൻ്റൊക്കെ ഒരേപോലെ അടിച്ചു വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഡിഫറെൻറ്റ് കൺട്രീസിലേക്ക്, ഡിഫറെൻറ്റ് ലൊക്കേഷൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അതിനെ വിളിക്കുന്ന, ആ ഒരു കോൺസെപ്റ്റിനെ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്ലിസിറ്റി ഓഫ് ഡോക്യുമെൻറ്റ്സ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ലോങ് ടേം. 18ാമത്തെ ഫീച്ചറായിട്ട് ഇവിടെ പറയുന്നത് ഏതാണ്, ലോങ് ടേം. സാധാരണ ഒരു നാഷണൽ ബിസിനസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ലോങ്ങർ ടേമിലേക്ക്, ലോങ്ങർ കാലാവധിയിലേക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. സോ അത് വളരെ ശ്രദ്ധയോടും ഇതോടും കൂടി ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്തിരിക്കണം, സാധിച്ചിരിക്കണം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കൾച്ചറൽ ഡിഫറൻസസ്. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് 19ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്, കൾച്ചറൽ ഡിഫറൻസുകളാണ്.
അല്ലേ? നമുക്കറിയാം കൾച്ചറൽ ഡിഫറൻസസ്. എന്തുകൊണ്ടാണ് കൾച്ചറൽ ഡിഫറൻസസ് ഉണ്ടാവുന്നത്? ബിക്കോസ് ഡിഫറെൻറ്റ് കൺട്രീസ് ഹാവ് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. That's why in international business there are cultural differences, and we should produce those goods, and we should supply those services that cater to the needs of those cultural differences. അല്ല, ഡിഫറെൻറ്റ് കൾച്ചേഴ്സിലുള്ള ആൾക്കാരുടെ ആ ഒരു പ്രിഫറൻസിനനുസരിച്ച് നമ്മൾ സാധനങ്ങളും സേവനങ്ങളും ഉണ്ടാക്കാനും വിൽപ്പന ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ശ്രമിക്കേണ്ടതുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ലോജിസ്റ്റിക്സ്. 20ാമത്തെ ഫീച്ചറാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. എന്താണ് ലോജിസ്റ്റിക്സ് എന്ന് നിങ്ങൾക്കറിയാം? എന്താ ലോജിസ്റ്റിക്സ്? ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് നമ്മൾ കുറേ തവണ നമ്മൾ പഠിച്ചു കഴിഞ്ഞൊരു വിഷയമാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ്സ് ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറേജ്, ഇൻഷുറൻസ്, ഓൾ ദീസ് തിങ്സ്. എസ്പെഷ്യലി ട്രാൻസ്പോർട്ടേഷൻ, to transfer the materials, to transfer the finished goods from one place to another place. We should use this logistics, and if we are purchasing raw materials, it should be stored in a particular place. For that purpose, storage houses and warehouses are needed, and after that sometimes it may be lost in fire or in other mishappenings, and sometimes we may suffer from any losses. It should be compensated, and for that purpose we will take insurance policies. Okay, then that is insurance, and അവിടെ ഇൻഷുറൻസിൻ്റെ ആവശ്യം അവിടെ വരും. സോ ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറേജ്, ഇൻഷുറൻസ്, ഇതുപോലുള്ള ഘടകങ്ങൾ അടങ്ങിയ ആ ഒരു കോൺസെപ്റ്റിനെ വിളിക്കുന്ന പേരാണ് ലോജിസ്റ്റിക്സ്. അപ്പോൾ ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെയൊക്കെ അളവ് കൂടുതലാണ്, അല്ലേ? അതായത് ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്കെന്ന് വെറുതെ പറയാമല്ലോ. ഒരു രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്തേക്കാണ് ഗുഡ്സ് പോകേണ്ടി വരിക, ചിലപ്പോൾ ലേബറേഴ്സ് പോകേണ്ടി വരിക. അങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ ട്രാൻസ്പോർട്ടേഷൻ്റെ ആയാലും സ്റ്റോറേജിൻ്റെ ആയാലും ഒക്കെ അളവ്, അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതാണ് ലോജിസ്റ്റിക്സിന് എന്തിലുള്ള പ്രാധാന്യം, ഇൻ്റർനാഷണൽ ബിസിനസ്സിലുള്ള പ്രാധാന്യം എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം വി ഷുഡ് ആൾസോ, അടുത്ത പോയിന്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തിനെ കുറിച്ചിട്ടാണ്? ഇതൊരു വല്ലാത്തൊരു ഫീച്ചറാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഇവിടെ ഇന്ത്യയുടെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ ലാംഗ്വേജ്, എവിടേക്കാണോ നമ്മൾ പോകുന്നത് അവിടുത്തെ ലാംഗ്വേജ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പഠിക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചെടുക്കും, അത് സ്വാഭാവികമാണ്, അല്ലേ? അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഇൻ്റർനാഷണൽ ബിസിനസ് ചെയ്യുന്ന ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വെറും ലാംഗ്വേജ് മാത്രമല്ല, ആ ലാംഗ്വേജ് എങ്ങനെ യൂസ് ചെയ്യുന്നു. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമൺ ലാംഗ്വേജ്, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ എനിവേർ. അതേസമയം അത് പറഞ്ഞിട്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമേഴ്സ് എല്ലാവരും നമ്മുടെ അടുത്തേക്ക് വരണമെന്നില്ല. അപ്പോൾ മാക്സിമം കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ വി മേ ഹാവ് ടു യൂസ് ദ ലോക്കൽ ലാംഗ്വേജസ്, അല്ലേ? ലോക്കൽ ലാംഗ്വേജുകൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? യൂസ് ചെയ്യേണ്ടി വരും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ വെറുതെ ഒരു ഭാഷ എന്നതിനേക്കാളും ഉപരി നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് കൈകാര്യം, അല്ലെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വേദി അല്ലെങ്കിൽ ഒരു മാധ്യമം എന്നുള്ള രീതിയിൽ വളരെയധികം ഇമ്പോർട്ടൻസ് എന്തിനുണ്ട്? ലാംഗ്വേജിനുണ്ട്. അപ്പോൾ ആ ലാംഗ്വേജ്, അതിൻ്റെ സിംബൽസ്, അതിൻ്റെ വേർഡ്സ്, മീനിങ്സ്, ഇൻ്റർപ്രിട്ടേഷൻസ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നോക്കേണ്ടതുണ്ട്. സോ ലാംഗ്വേജ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. വി ഹാവ് ടു സ്റ്റഡി ഓർ വി ഹാവ് ടു ഇൻ്റർപ്രിറ്റ് ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഫോർ ദ കണ്ടക്ട് ഓഫ് international business. And next one is difference in time zones and distance. That's the 22nd feature. Difference in time zone and distance. ഓക്കെ, ഡിസ്റ്റൻസിലും ടൈം സോണിലുമുള്ള ആ ഒരു വ്യത്യാസം
അതൊരു വ്യത്യാസം തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ബിസിനസ് അവേഴ്സ് അല്ല ഫോറിൻ കൺട്രീസിൽ. ഇന്ത്യൻ ബിസിനസ് അവേഴ്സും അമേരിക്കൻ ബിസിനസ് അവേഴ്സും തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ട്. നമുക്ക് രാത്രിയാണെങ്കിൽ അവർക്ക് പകലാണ്. നമ്മളിവിടെ ബിസിനസ് ചെയ്യുന്ന സമയം അവർക്ക് രാത്രിയാണ്. സോ ചില IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ചില ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ടാവും രാത്രി സമയങ്ങളിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. ബിക്കോസ് അവർ രാത്രി സമയങ്ങളിൽ, അതായത് നമുക്ക് രാത്രി, അതേസമയം ഫോറിൻ കൺട്രീസിൽ ഏത് ഫോറിൻ കൺട്രിയിലാണോ അവർ വർക്ക് ചെയ്യുന്നത്, ഏത് ഫോറിൻ കമ്പനിക്ക് വേണ്ടിയിട്ടാണോ അവർ വർക്ക് ചെയ്യുന്നത്, അവിടുത്തെ ടൈം ബിസിനസ് അവേഴ്സ് ആയിരിക്കും. ദെൻ അതുകൊണ്ടാണ് ആ രാത്രി സമയങ്ങളിൽ അവരെന്തെങ്കിലും നമുക്കറിയാതെങ്കിലും പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ആ ടൈം സോണുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം സോണുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ബിസിനസ് അവേഴ്സ് എപ്പോഴാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനനുസരിച്ച് മാത്രമേ ബാക്കിയുള്ള ട്രാൻസാക്ഷൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ഡിഫറൻസസ് ഇൻ ടൈം സോൺസ് ആൻഡ് ഡിസ്റ്റൻസ്. സോ ദിസ് ആർ നമ്മളിപ്പോൾ ഏകദേശം ഒരു 22 ഫീച്ചേഴ്സോളം എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. All these features are easily understandable. നമുക്ക് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഫീച്ചേഴ്സാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ യു ഹാവ് ടു സ്റ്റഡി ദ ഫീച്ചേഴ്സ്. നന്നായിട്ട് പഠിക്കുക, തറളി വായിച്ചു നോക്കുക, മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് പോകേണ്ടത് സ്കോപ്പ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്കാണ്. സ്കോപ്പ് ഓഫ് ഇൻ്റർനാഷണൽ business. Scope of international business. ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ സ്കോപ്പ് എന്താണ്? സ്കോപ്പ് നമ്മൾ ചെയ്യുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്ത് നമ്മൾ 2 ഹെഡിങ്ങുകളായിട്ടാണ് അതിനെന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ദ ഫസ്റ്റ് ഹെഡിങ് ഈസ് ഫോംസ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഇൻ്റർനാഷണൽ ബിസിനസ് സ്റ്റഡി ഏരിയാസ്. ഇങ്ങനെ 2 പാർട്ടുകളായിട്ട് നമ്മൾ അതിനെന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്തിട്ടാണ് സ്കോപ്പിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ആദ്യത്തെ ഞാൻ പറഞ്ഞത് ദാറ്റ് ഈസ് ഫോംസ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ്. ഫോംസ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് international business study areas. So these are the 2 forms or 2 headings we have to study under the scope of international business. And first we have to analyze and first we have to see the different forms of international business. ഏതൊക്കെ ഫോമുകളിൽ ഇൻ്റർനാഷണൽ ബിസിനസ് നമുക്ക് നടത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ആദ്യം നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടത്. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഇൻ്റർനാഷണൽ സ്റ്റഡി. ഫോംസ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ്. അതിൽ 6 ഫോമുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. 6 ഫോമുകളാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് merchandise exports and imports. Merchandise exports and imports. And second one is exports and imports of services. Exports and imports of services. And third one is licensing and franchising. Licensing and franchising. Fourth one,
Fourth one is foreign investment. Fourth one is foreign investment. Fifth one is strategic alliances. Strategic alliances and ventures. Strategic alliances and ventures. And the last one is foreign exchanges. Foreign exchanges. These are the 6 important areas which studies the scope of international business. And എന്താണ് അതിൽ ഓരോരോ പോയിൻറ്റ്സുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കി നോക്കാം. അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന പോയിൻ്റ് മെർച്ചൻഡൈസിങ് ഓഫ് ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്സ്. മെർച്ചൻഡൈസ് ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്സ്. വാട്ട് ഡു യു മീൻ ബൈ മെർച്ചൻഡൈസ് ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്സ്? Merchandise imports and exports means that imports and exports of goods, purely goods, tangible goods, goods that can be measured, that can be counted. നമുക്ക് ടാഞ്ചിബിൾ ആയിട്ടുള്ള ഗുഡ്സിൻ്റെ ഇമ്പോർട്ട് എക്സ്പോർട്ട്. അവിടെ വേറെ സർവീസുകളുടെ കാര്യമൊന്നും നമ്മളവിടെ പറയുന്നില്ല. എന്തൊക്കെ ഗുഡ്സാണ് നമുക്കറിയാം. പലതരം ഗുഡ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിൻ്റെ ഒരു മേഖല. ഇനി രണ്ടാമതായിട്ട് ഗുഡ്സ് മാത്രമല്ല, നമുക്കറിയാം ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ഗുഡ്സ് മാത്രമല്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നത്, എക്സ്ചേഞ്ച് ചെയ്യുന്നത്. നമ്മൾ സർവീസുകളെയും എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. സർവീസുകൾ എന്ന് പറയുമ്പോൾ പലതരം സർവീസുകളുണ്ട്. ഇൻഷുറൻസ് സർവീസ് ആവാം, ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കാം. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, കൈമാറ്റം ചെയ്യുന്നു. ടെക്നോളജീസ് ആയിരിക്കാം, അല്ലെ, ടെക്നോളജിക്കൽ കൊളാബറേഷൻസ്, ടെക്നോളജിക്കൽ അലയൻസസ്, ടെക്നോളജിക്കൽ ഇമ്പോർട്ട്സ്, ടെക്നോളജി എക്സ്പോർട്സ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണു, ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് സർവീസ് എക്സ്പോർട്സ് ആൻഡ്, അതായത് കുറച്ചും കൂടി ഇൻറ്റാഞ്ചിബിൾ ആയിട്ടുള്ള ഗുഡ്സ് എന്ന് പറയുമ്പോൾ ടാഞ്ചിബിൾ ആണ്. ഇൻറ്റാഞ്ചിബിൾ ആയിട്ടുള്ള സർവീസുകളുടെ ഇവിടെ കുറച്ച് എക്സാമ്പിളുകൾ തന്നിരിക്കുന്നത്. എക്സാമ്പിൾ ടൂറിസം, ട്രാവൽസ്, ബോർഡിംഗ്, ലോഡ്ജിങ്, then recruiting, training, construction, engineering, education, financial services, investment services, all these things. ഇതൊക്കെ സർവീസുകളുടെ വിഭാഗത്തിലാണ് നമുക്ക് പെടുത്താനായിട്ട് സാധിക്കുക. അതിനെ വിളിക്കുന്ന പേരാണ് ദിസ്. അതാണ് രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ്. ലൈസൻസിങ്. We are granting a license to a foreign country to work in our nation, to operate in our nation. So that is licensing. ലൈസൻസ് കൊടുക്കുക, അല്ലെ, ഫോറിൻ രാജ്യങ്ങൾക്ക് പെർമിറ്റ് കൊടുക്കുക, നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കാനായിട്ടുള്ള പെർമിറ്റ്. അല്ലെങ്കിൽ അവരെ ഫ്രാഞ്ചൈസീസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നിയമിക്കുക. ഏജൻറ്റുമാരായിട്ടോ ഫ്രാഞ്ചൈസീസ് ആയിട്ടോ നിയമിക്കുക. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റർനാഷണൽ ബിസിനസ് നമുക്ക് എന്ത് ചെയ്യാം. ഇറ്റ് ഈസ് അണ്ടർ ദ ലൈസൻസിങ് സിസ്റ്റം ദാറ്റ് പെപ്സി ആൻഡ് കൊക്കക്കോള. ലൈസൻസിങ് സിസ്റ്റത്തിൻ്റെ ഫലമായിട്ടാണ് പെപ്സി, കൊക്കക്കോള മുതലായ സോഫ്റ്റ് ഡ്രിങ്കുകളൊക്കെ നമുക്ക് നമ്മുടെ രാജ്യത്തും വിപണിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത് ഒക്കെ ലൈസൻസിങ്ങിൻ്റെ ഇതാണ്. അറ്റ് ദി സെയിം ടൈം മക്ഡൊണാൾഡ്സ് ഓപ്പറേറ്റ്സ് ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ദ വേൾഡ് ഓവർ ത്രൂ ഫ്രാഞ്ചൈസിങ് സിസ്റ്റം. മക്ഡൊണാൾഡ്സ് അവരുടെ ഫുഡ് കോർട്ടുകൾ രാജ്യമെന്നല്ല ലോകത്തെ എമ്പാടും അവർ ചെയ്യുന്നത് എന്തിലൂടെയാണ്, ഫ്രാഞ്ചൈസിങ് സിസ്റ്റത്തിലൂടെയാണ്. സോ അതാണ്. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇൻ്റർനാഷണൽ ബിസിനസ് നമുക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് നമ്മൾ നെക്സ്റ്റ് കണ്ടത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന സംഭവമാണ്. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് നമ്മൾ ഒരു ഇന്ത്യൻ കമ്പനിയിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, അല്ലെങ്കിൽ ഒരു ഫോറിൻ കമ്പനിയിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ്റോ ഇന്ത്യൻ പൗരന്മാരോ ഇന്ത്യൻ ഇന്ത്യൻ വെഞ്ചേഴ്സോ ഇന്ത്യൻ എൻ്റർപ്രൈസസോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അതിനെയൊക്കെ വിളിക്കുന്ന പേരാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. FDIകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്.
അതായത് ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടൊരു സംഭവമാണ് മറ്റു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ, ഷെയറിലോ അല്ലെങ്കിൽ അതുപോലുള്ള സെക്യൂരിറ്റീസിലോ ഉള്ള ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ സുഗമമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക്, രാജ്യത്തിൻ്റെ സുഗമമായിട്ടുള്ള ഇൻഡസ്ട്രിയലൈസേഷന് ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന സംഭവം. സോ ദാറ്റ്സ് നെക്സ്റ്റ് വൺ. അതിലൂടെയും നമുക്ക് എന്ത് നടത്താം, ഈ ഒരു ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്ന ഒരു സംഭവം. ഇപ്പോൾ ഫോറിൻ കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളൊരു ഫോറിൻ ബിസിനസ് നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മീനിങ് വരിക. അല്ല, ഒരു 2 കോടി രൂപ ഒരു ഫോറിൻ കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥം അതിൻ്റെ മാനേജ്മെൻറ്റിൽ നമ്മളൊരു ചെറിയൊരു പാർട്ടിസിപ്പേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്, നിർവഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഭവം. ആൻഡ് നെക്സ്റ്റ് വൺ, സ്ട്രാറ്റജിക് അലയൻസസ് ആൻഡ് വെഞ്ചേഴ്സ്. സ്ട്രാറ്റജിക് ആയിട്ടുള്ള വളരെ തന്ത്രപൂർവ്വം നമ്മൾ നടത്തുന്ന ചില അലയൻസുകൾ, ചില കൂട്ടിയോജിപ്പിക്കലുകൾ അല്ലേ. അപ്പോൾ ചില കമ്പനീസ് അങ്ങോട്ട്, ഒരു ഇന്ത്യൻ കമ്പനി ഒരു ജാപ്പനീസ് കമ്പനിയും കൂടിയിട്ടുള്ളൊരു അലയൻസ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഫോറിൻ ഓർ ഇൻ്റർനാഷണൽ ബിസിനസ്. ജാപ്പനീസ് കമ്പനി ഇന്ത്യയിലും പ്രവർത്തിക്കുന്നു, ഇന്ത്യൻ കമ്പനി ജപ്പാനിലും എന്ത് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു അല്ലേ. സോ സച്ച് എൻ അലയൻസ് is also possible in international business and also foreign exchange. Foreign exchange is also an important part and it's an important area of international foreign exchange എന്ന് പറയുന്നത് അല്ലേ. എക്സ്ചേഞ്ച് നമ്മുടെ when one currency is exchanged for another currency, ദെൻ എത്രത്തോളം അതിന് നമുക്ക് വാല്യൂ കിട്ടും, എത്രത്തോളം അത് നമുക്ക്, അതൊരു ബിസിനസ്സാണ്, അതൊരു ടൈപ്പ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ്സാണ്. വെൻ റുപ്പീസ് എക്സ്ചേഞ്ച് ഫോർ ഡോളേഴ്സ്, ഡോളർ ഇസ് എക്സ്ചേഞ്ച് ഫോർ റുപ്പി, ആൻഡ് അത് നടത്തുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇൻ്റർനാഷണൽ. കയ്യിൽ ഫോറിൻ കറൻസീസ് ഉണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ദാറ്റ്സ് എ മെത്തേഡ്, അതൊരു മെത്തേഡാണെന്നാണ്. അപ്പോൾ ഇങ്ങനെ 6 വ്യത്യസ്ത മേഖലകളിലായിട്ടാണ് സാധാരണ എന്ത് നടക്കുന്നത് ഈ ഒരു ഇൻ്റർനാഷണൽ. ഏതൊക്കെയാണ് നമ്മൾ കണ്ടത്, അതായത് പ്രോഡക്റ്റുകളുടെ, അതായത് മെർച്ചൻഡൈസിൻ്റെ, ഗുഡ്സിൻ്റെ എക്സ്പോർട്ട്സ് ആൻഡ് ഇമ്പോർട്ട്സ്, സർവീസുകളുടെ എക്സ്പോർട്ട്സ് ആൻഡ് ഇമ്പോർട്ട്സ്, ലൈസൻസിങ്ങിലൂടെയും ഫ്രാഞ്ചൈസിങ്ങിലൂടെയുമുള്ള ഇൻ്റർനാഷണൽ ബിസിനസ്, അതുപോലെ തന്നെ 4മതായിട്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയുള്ള ഇൻ്റർനാഷണൽ ബിസിനസ്, സ്ട്രാറ്റജിക് അലയൻസിലൂടെയും വെഞ്ചേഴ്സിലൂടെയുള്ള ഇൻ്റർനാഷണൽ ബിസിനസ്, ഫോറിൻ എക്സ്ചേഞ്ച് നടത്തുന്നതിലൂടെ ഉള്ള ഇൻ്റർനാഷണൽ ബിസിനസ്. ഇതൊക്കെ നമുക്ക് അതിൻ്റെ ഡിഫറെൻറ്റ് ഫോമുകളാണ് ഇൻ്റർനാഷണൽ ബിസിനസ്സിന്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇൻ്റർനാഷണൽ ബിസിനസ് സ്റ്റഡി ഏരിയാസാണ്. എവിടേക്കാണ് ഇൻ്റർനാഷണൽ ബിസിനസ് സ്റ്റഡീസ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക, എന്തൊക്കെ സ്റ്റഡീസാണ് അവിടെ കണ്ടക്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് നമുക്കവിടെ നോക്കേണ്ടത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി സ്റ്റഡീഡ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. നന്നായിട്ട് വായിച്ച് നോക്കുക. ചെറിയ 1-2 ടഫ് ഫീച്ചേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി വെച്ച് നമ്മൾ അവസാനിപ്പിച്ചു. അതോടൊപ്പം തന്നെ സ്കോപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ വേരിയസ് ഫോംസ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ് നമ്മൾ കണ്ടു. ഇനി ബാക്കിയുള്ള ബിസിനസ് സ്റ്റഡി ഏരിയാസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, കാണാം. സോ ടിൽ ദെൻ ഗുഡ് ബൈ, താങ്ക് യു.